ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എഡ്യൂവാലെ 2.0. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ +2 അക്കൗണ്ടൻസിയിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട റേഷ്യോസിൻ്റെ വീഡിയോ ആണ്. പ്രോബ്ലംസ് ആണ് ഫസ്റ്റിലേ പറയാം. അപ്പോൾ നമുക്ക് 3 റേഷ്യോസ് ആണ് കമ്പ്യൂട്ടറൈസ്ഡുകാരും അതുപോലെ തന്നെ AFS കുട്ടികളും എല്ലാവരും പഠിക്കണം കേട്ടോ. അല്ലാണ്ട് AFSകാരുടെ അക്കൗണ്ടിങ് റേഷ്യോസ് അല്ല നമ്മളെ വീഡിയോ റേഷ്യോസിൻ്റെ ഇക്വേഷൻസ് പ്രോബ്ലംസ് നമുക്ക് വരാറുണ്ട്. ഫൈനൽ എക്സാമിന് നിങ്ങൾ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയാൽ ഒരു ചോദ്യം ഒന്നുകിൽ 3 മാർക്ക് 4 മാർക്ക് 2 മാർക്കിനൊക്കെ നമുക്ക് ഒരു ചോദ്യം ഡെഫിനറ്റ് ആയിട്ട് ഒരു റേഷ്യോ ആയിരിക്കും. നമുക്ക് 3 തരം റേഷ്യോസ് ആണ് കാണാനായിട്ടുള്ളത്. സാക്രിഫൈസിങ് റേഷ്യോ, ന്യൂ റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. അതിൽ സാക്രിഫൈസിങ് റേഷ്യോയുടെ വീഡിയോ ആണിത്. നമ്മളൊരു 3 ടൈപ്പ് പ്രോബ്ലംസ് ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെ കാണാം, അതിൻ്റെ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. 3 ക്വസ്റ്റ്യൻ വിത്ത് ആൻസറും എങ്ങനെയാണ് ചെയ്യാമെന്ന് മിസ് പറഞ്ഞു തരാം. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ ആണ് ഇത്. ഇതിൻ്റെ ശേഷം നമ്മൾ ഗെയിനിങ് റേഷ്യോൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും, ന്യൂ റേഷ്യോ അപ്ലോഡ് ചെയ്യും. കാരണം ഇനി മുതൽ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് അക്കൗണ്ടൻസിയിലും ബിസിനസ് സ്റ്റഡീസിലും എക്കണോമിക്സിലും എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെ കാണാമെന്നൊക്കെ നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ ഈ മാർച്ച് മാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നമുക്ക് വീഡിയോസ് ഉണ്ടായിരിക്കും. സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യാനായിട്ടും ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ എന്താണ് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് മിസ് ഒന്ന് പറഞ്ഞു തരാം. സാക്രിഫൈസ് എന്ന് വെച്ചാൽ എന്താ? സഹിക്കുക അല്ലേ, സാക്രിഫൈസ് ചെയ്യുക. നമ്മൾ കുറേയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ പഠിക്കില്ലേ, അതിനെയാണ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമ്മൾ 2nd ചാപ്റ്ററിലാണ് വരുന്നത്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പിൽ വരുന്ന ഒരു റേഷ്യോ ആണിത്. ദെൻ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു പാർട്ട്ണർ A, ദെൻ അടുത്ത പാർട്ട്ണർ B. ഇവർ 2 പേരും തമ്മിൽ ഒരു ബിസിനസ് നടത്തി, നമ്മൾ റിലേഷൻ പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിലേക്ക് ഇപ്പോൾ A and B ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഈക്വലി 1:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ന്യൂ പാർട്ട്ണർ ഒരു പുതിയ പാർട്ട്ണർ C വന്നിട്ട് പറയാണ് നമ്മളിതിൽ ജോയിൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ പാർട്ട്ണർ, ന്യൂ പാർട്ട്ണർ വരുമ്പോൾ എന്താ സംഭവിക്കുക? പുതിയ പാർട്ട്ണർ വരുമ്പോൾ ഇവരുടെ ഈ 1:1 എന്ന് പറഞ്ഞ ഷെയർ ഇവർക്ക് കൊടുക്കേണ്ടി വരുമല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്കിടയിൽ 3ാമത് ഒരാൾ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? 2 പേരും കുറച്ച് സാക്രിഫൈസ് ചെയ്ത് 2 പേരിൽ നിന്നും കുറേശ്ശെ ഭാഗങ്ങൾ അവർക്ക് പോകും അല്ലേ. അപ്പോൾ അത് ഏത് രീതിയിലായിരിക്കും? അപ്പോൾ ഇവരെവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 3 പോർഷൻസ് അവർക്ക് കിട്ടിയിരുന്നു അല്ലേ. പക്ഷെ എന്താണ്, പുതിയൊരാൾ വന്നപ്പോൾ ഒരാൾക്ക് 3 ഷെയർ കിട്ടുമോ? ഇല്ല. അതിൽ നിന്ന് 2 പേരുടെ ഷെയറും കുറേശ്ശെ നമ്മൾ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു പുതിയൊരു ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കുന്ന ആ ഒരു സാക്രിഫൈസ്, അവർക്ക് ഉണ്ടാവുന്ന സാക്രിഫൈസിനെയാണ് അവർ ഏത് റേഷ്യോയിലാണ് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ഭാഗത്തിന് എത്ര പോർഷൻ കൊടുത്തു, ആ ഒരു റേഷ്യോനെയാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയാം. എൻ്റെ ഇക്വേഷൻ എന്താണ്? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. പിന്നെ ഈ സാക്രിഫൈസിങ് റേഷ്യോ ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ന്യൂ പാർട്ട്ണർക്ക് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിനാണ് സാക്രിഫൈസിങ് റേഷ്യോ ഉണ്ടാവുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് ഇക്വേഷൻ പഠിക്കുക. അഡ്മിഷൻ്റെ ടൈമിലാണ് നമുക്ക് സാക്രിഫൈസ് ഉണ്ടാവുള്ളൂ. പിന്നെ ഓൾഡ് പാർട്ട്നേഴ്സ് എഗ്രി ടു സാക്രിഫൈസ് ദെയർ ഷെയർ, നമ്മുടെ ഷെയറിൽ നിന്ന് ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യുന്ന ആ ഒരു ഷെയറിനെയാണ് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയും. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് കിടക്കണം. ഒരു 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. 3 ടൈപ്പാണ്. സിമ്പിളും ഉണ്ട്, ദെൻ ചെറിയ രീതിയിൽ ഒന്ന് തലപൊകയ്ക്കേണ്ടതുണ്ട്. അപ്പം 3 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി വെക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മിസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ദ ഫസ്റ്റ് വൺ ഈസ് ABR പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് 5:3. കണ്ടോ, 5:3 Aയും Bയും ഷെയർ ചെയ്തിരുന്നു. ഇതാണ് അവരുടെ ഓൾഡ് ഷെയർ കേട്ടോ. They admit C as a new partner for 1/7 share and the new ratio will be, പുതിയ റേഷ്യോ തന്നിട്ട് 2 പേരുണ്ടാകുന്നത് 3 പേരായി, 4:2:1 ആയി. ദെൻ കാൽക്കുലേറ്റ് സാക്രിഫൈസിങ് റേഷ്യോ. ഈ ടൈപ്പിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് എല്ലാം തന്നിട്ടുണ്ട് അല്ലേ. ഓൾഡ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്, ദെൻ ന്യൂ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ജസ്റ്റ് എന്ത് കണ്ടുപിടിച്ചാൽ മതി? സാക്രിഫൈസിങ് റേഷ്യോയുടെ ഇക്വേഷൻ വെച്ച് സാക്രിഫൈസ് കണ്ടുപിടിച്ചാൽ മതി. ഇതൊരു 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് നമുക്ക് വരിക.
ഓക്കെ, ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് നമുക്ക് വരിക. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? നമ്മുടെ ആദ്യം നമ്മൾ എ ബി ആ 2 പാർട്ട്നേഴ്സാണ്. അപ്പോൾ ആർക്കേ ഇവിടെ സാക്രിഫൈസ് ഉണ്ടാവുള്ളൂ? സാക്രിഫൈസ് 2 പേർക്കേ ഉണ്ടാവുള്ളൂ. ആർക്കൊക്കെയാണ്? എക്കും അതുപോലെ തന്നെ ബിക്കുമാണ് സാക്രിഫൈസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എയുടെ സാക്രിഫൈസ് കണ്ടുപിടിക്കാം. അപ്പോൾ എ സാക്രിഫൈസ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം? ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ ആണ്. ഇനി എയുടെ ഓൾഡ് ഷെയർ എത്രയാണ്? നമ്മുടെ എയുടെയാണ് കണ്ടുപിടിക്കുന്നത്. എയുടെ ഓൾഡ് ഷെയർ എത്രയാണ്? 5/8 ആണ്. അപ്പോൾ 5/8 മൈനസ് ന്യൂ ഷെയർ എത്രയാണ്? എയുടെ 4/7. ഓക്കെ, 5/8 മൈനസ് 4/7. ഇനി ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ എങ്ങനെ ചെയ്യുക? നമുക്കറിയാം ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്ലസും മൈനസും ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ഇൻറ്റു ചെയ്ത് വെക്കാം. പക്ഷേ ഇത് ഭിന്നസംഖ്യ വെച്ചിട്ടുള്ള കളിയാണ് അല്ലേ. അപ്പോൾ ഈ ഡിനോമിനേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ 7 കൊണ്ട് ഇവിടെയും ഇൻറ്റു ചെയ്യുക, ഇവിടുത്തെ 8 കൊണ്ട് ഇവിടെയും ഇൻറ്റു 8 ചെയ്യാം. പക്ഷേ ഡിനോമിനേറ്റർ മാത്രമല്ല, നമ്മൾ ന്യൂമറേറ്ററും എന്ത് ചെയ്യണം? സെയിം എമൗണ്ട് കൊണ്ട് സെയിം നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, കാരണം എന്താ? ഇത് കംപ്ലീറ്റ് ഒറ്റ വേർഡായിട്ടാണ്, ഒറ്റ ഇൻറ്റിജർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? 5 × 7 എത്രയാണ്? 5 × 7 എന്ന് പറയുന്നത് 35 ആണ്. 35/56 മൈനസ് 4 × 8 ഇതാണ് നമുക്ക് 32/56. ഇപ്പോൾ നോക്കിയേ, നമ്മുടെ ന്യൂമറേറ്റർ എല്ലാം സെയിം ആയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്യാം. 35 മൈനസ് 32 ഇവിടെ സെയിം ആയാലാണ് പറ്റുള്ളൂ കേട്ടോ. അത് സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റു ചെയ്തത്. 35 മൈനസ് 32 ചെയ്യുമ്പോൾ നമുക്ക് 3/56 ആണ് എയുടെ സാക്രിഫൈസ് കിട്ടാം. ഇനി ഇതേപോലെ നമുക്ക് ബിയുടെ സാക്രിഫൈസ് കാണാം. ബിയുടെ സാക്രിഫൈസ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ബിയുടെ ഓൾഡ് എത്രയാണ്? 3/8 മൈനസ് 2/7. ഇതാണ് ബീഡ്. ഇതും നമുക്കത് സെയിം ആക്കണം. ഇവിടെ ഇൻറ്റു 7 ചെയ്യുക, ഇവിടെ ഇൻറ്റു 7 ചെയ്യുക, ഇവിടെ ഇൻറ്റു 8 ചെയ്യുക, ഇവിടെ ഇൻറ്റു 8 ചെയ്യുക. അപ്പോൾ 3 × 7 21/56 മൈനസ് 16/56. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ വരുന്നത് 5/56. ഇപ്പോൾ 2 പേരുടെ സാക്രിഫൈസ് കിട്ടി. എയുടെ സാക്രിഫൈസ്, ബിയുടെ സാക്രിഫൈസ്. എയുടെ സാക്രിഫൈസ് എത്രയാണ്? 3/56. ബിയുടെ സാക്രിഫൈസ് 5/56. നമുക്ക് എന്ത് ചെയ്യാം? സെയിം ആയിട്ടുള്ള ന്യൂമറേറ്റർ നമുക്ക് കളഞ്ഞു കൊടുത്തിട്ട് 3:5. ഓക്കെ, ഇതാണ് സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ ഇവരുടെ സാക്രിഫൈസിങ് റേഷ്യോ എത്ര കിട്ടി? 3:5 കിട്ടി. ഇത് 2 മാർക്സ് ആണ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മളെ കുറച്ച് കുഴപ്പിക്കുന്നതാണ്. നമുക്കൊരു 3 മാർക്കിനും അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക കേട്ടോ. കാരണം ഇവിടെ അമൽ ആൻഡ് ബാനു are partners in a firm sharing profit 3:2. They admit Das as a new partner by 1/4 share. The new ratio between Amal and Banu is 2:1. നോക്കിയാൽ നിങ്ങളിവിടെ പുതിയ ഒരു പാർട്ട്ണർ വന്നിട്ടുണ്ടായിരുന്നു. ആ പാർട്ട്ണറുടെ ഷെയർ എത്രയാണ്? 1/4 ആണ്. പക്ഷെ നമുക്ക് ന്യൂ റേഷ്യോ തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ആടെ മാത്രം ന്യൂ റേഷ്യോ തന്നിട്ടുള്ളൂ. 2:1 ആണ് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ ഷെയർ. ഇവരുടെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 3:2 ആയിരുന്നു. പുതിയ പാർട്ട്ണറുടെ 1/4 ആണ്. ദെൻ ന്യൂ റേഷ്യോ നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 2:1 എന്നുള്ളത്. നമുക്ക് ഇനി 3 പാർട്ട്നേഴ്സ് ഉണ്ട്. പുതിയ പാർട്ട്ണർക്ക് 1/4 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2:1 എന്ന് പറഞ്ഞാൽ 3 ആയിട്ടുള്ളൂ. 1 ഇട്ട് കൊടുത്താൽ 1/4 ഷെയർ ഇവിടെ ന്യൂ ഷെയർ ആയി. പക്ഷെ നമ്മൾ ഈ 1/4 വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ 1 ഇട്ട് കൊടുത്തത്. പക്ഷെ ഇത് ഇങ്ങനെയല്ല ആക്ച്വലി നമ്മൾ ഇങ്ങനെ ചെയ്താലും ശരിയാണ്. ഇപ്പോൾ ന്യൂ റേഷ്യോ കിട്ടി ഡയറക്റ്റ് ഓൾഡ് മൈനസ് ന്യൂ വഴി നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും ഇതേപോലെ എന്താ പറയുക സെയിം ആയിട്ട് തരില്ല പുതിയ ഒരാളുടെ പാർട്ട്ണറുടെ. അപ്പം നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കണം? പുതിയ റേഷ്യോ. അപ്പോൾ ഈ ഒരു റേഷ്യോ തന്നെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ഇവിടെ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ന്യൂ റേഷ്യോ ബിറ്റ്വീൻ 3 പാർട്ട്നേഴ്സ്. പുതിയ പാർട്ട്ണർക്ക് ഉൾപ്പെടെ 3 പാർട്ട്നേഴ്സിൻ്റെ ന്യൂ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പിന്നീട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാനായിട്ട്? സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട്. അതിന് ഓൾഡ് റേഷ്യോ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് ന്യൂ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കാം? ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കംപ്ലീറ്റ് പ്രോഫിറ്റിനെ 1 ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ന്യൂ റേഷ്യോ ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി ശരിക്കും പറയൂ കേട്ടോ. അപ്പോൾ നമ്മൾ 1 എന്ന് പറഞ്ഞ ഷെയറിൽ നിന്ന് 1/4 ഭാഗം ആർക്ക് കൊടുക്കുകയാണ്? ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വലിയൊരു പീസ് ഓഫ് കേക്കിൽ നിന്ന് നമ്മളൊരു 1/4 ഭാഗം ഒരാൾക്ക് കൊടുത്താൽ ബാക്കിയുള്ള റിമൈനിങ് ഷെയർ നമ്മൾ കണ്ടുപിടിക്കണം. 1 - 1/4. അപ്പോൾ റിമൈനിങ് ഷെയർ നമുക്ക് 3/4 ആണ് കിട്ടുക. ഈ 3/4 എങ്ങനെയാണ് വന്നതെന്ന് അറിയാം? ഈ 1 എന്ന് പറയുന്നത്
ഇവിടെ 4/4 ആണ് അല്ലേ. 1ന് നമുക്ക് 4/4 എന്ന് എഴുതാം. അപ്പോൾ 4/4 നിന്ന് 3/4 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? നമുക്ക് 1/4 കിട്ടി. ഈ 1/4 ആണ് എന്ത് നമ്മളൊരാൾക്ക് കൊടുത്തത്. അപ്പം നമ്മൾ ഇതേപോലെ 4/4 നിന്ന് പുതിയ പാർട്ട്ണർക്ക് കൊടുക്കുന്ന ഷെയർ കുറച്ച് കഴിഞ്ഞാൽ 3/4 കിട്ടി. ഇതാണ് റിമൈനിങ് ഷെയർ. കണ്ടോ എങ്ങനെയാണ് 3/4 വന്നേ? നമ്മൾ ഈ 4/4 നിന്ന് പുതിയ പാർട്ട്ണർക്ക് കൊടുക്കുന്നത് കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റിമൈനിങ് ഷെയർ കിട്ടി. ഈ റിമൈനിങ് ഷെയറിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് നമ്മൾ അമലും ബാനുവും തമ്മിൽ ന്യൂ ഷെയർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അമലിൻ്റെയും ബാനുവിൻ്റെയും ന്യൂ ഷെയർ കണ്ടുപിടിക്കാം. നമ്മൾ രണ്ടുപേരുടെയും എന്ത് കണ്ടുപിടിക്കണം? പുതിയ ഷെയർ കണ്ടുപിടിക്കുക. ഇത് അവർ തമ്മിലുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാം? നമുക്ക് അമലിൻ്റെ ന്യൂ ഷെയർ. അമൽസ് ന്യൂ ഷെയർ എങ്ങനെയാണെന്നറിയാം? റിമൈനിങ് റേഷ്യോ എത്രയാണ്? 3/4 ആണ്. അപ്പോൾ 2/3 ഓഫ് 3/4 എന്താണ് അതിൻ്റെ അർത്ഥം? റിമൈനിങ് ഷെയറിൻ്റെ 2/3 പോർഷൻ ആരെടുക്കുകയാണ്? അമൽ എടുക്കുകയാണ്. അപ്പോൾ 6/12 വരും. നമുക്കൊന്നിനും കൂടി ചെറുതാക്കുകയാണെങ്കിൽ 2/4 കിട്ടും. അതേപോലെ ബാനുവിൻ്റെ പുതിയ ഷെയർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ബാനൂസ് ന്യൂ ഷെയർ എന്ന് പറയുന്നത് എത്ര? 1/3 ഓഫ് 3/4. ഇതാണ് റിമൈനിങ് ഷെയർ. ആ റിമൈനിങ് ഷെയറിൻ്റെ 1/3 പോർഷൻ ആരെടുക്കുകയാണ്? നമ്മുടെ ബാനു എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് ആൻസർ കിട്ടി? 1/4 കിട്ടി. ഓക്കെ. അപ്പോൾ 2/4 1/4. അപ്പോൾ 2/4 എന്ന് പറയുന്നത് അമലിൻ്റെ, 1/4 എന്ന് പറയുന്നത് ബാനുവിൻ്റെ. പിന്നെ പുതിയ പാർട്ട്ണർ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2:1:1. കണ്ടോ? മിസ് ആദ്യം കാണിച്ചെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ 1 ന്യൂ ഷെയർ ആക്കാം. പക്ഷെ നമ്മളിവിടെ ചെയ്ത് കാണിക്കണം. ഇതേപോലെ ആരുടെയൊക്കെയാണ്? അമല്, ബാനു ആൻഡ് ദാസ്. ഇവരുടെ 3 പേരുടെയും ന്യൂ റേഷ്യോ നമുക്ക് കിട്ടി. ഇതാണ് ന്യൂ റേഷ്യോ. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? ഇവരുടെ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാം. ആർക്കാ സാക്രിഫൈസ് ഉണ്ടാവുക? അമലിനുണ്ടാവും. അതുപോലെ തന്നെ അമലിൻ്റെ സാക്രിഫൈസ് കണ്ടുപിടിക്കണമെങ്കിൽ ഓൾഡ് ഷെയർ എത്രയാണ്? 3/5 മൈനസ് 2/4. എങ്ങനെ 3/5 കിട്ടിയത്? ഇതാണ് കണ്ടത് നമ്മുടെ ഓൾഡ് ഷെയർ. ഈ ഓൾഡ് ഷെയറിൽ നിന്ന് ന്യൂ ഷെയർ കുറയ്ക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കണം അല്ലേ. അപ്പോൾ ഇവിടെ *4 ചെയ്യുക, ഇവിടെ *5 ചെയ്യുക. നമ്മൾ എന്തിനാ ഇവിടെ *5 ചെയ്യുന്നത്? ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റു ചെയ്താൽ മതി. 12/20 മൈനസ് 10/20 ദാറ്റ്സ് ഈക്വൽ ടു 2/20 കിട്ടും. ഓക്കെ. ഇനി രണ്ടാമത്തെ ആളുടെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ബാനുവിൻ്റെ അല്ലേ. ബാനുവിൻ്റെ ഷെയർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2/5 മൈനസ് 1/4. ഇതും നമ്മൾ ഇതേപോലെ *4 ചെയ്യുക, *5 ചെയ്യുക. 8/20 മൈനസ് 5/20 ദാറ്റ് കംസ് ടു നമുക്ക് എത്ര കിട്ടി? 8 5/3 3/20. 2/3 കിട്ടി. അത് 2/20 3/20. അപ്പോൾ ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണ്? 2/20 3/20 2:3. ഇതാണ് ഇവരുടെ സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ നമുക്ക് ന്യൂ റേഷ്യോ ഇതേപോലെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇത് ഇവരുടെ സാക്രിഫൈസിങ് റേഷ്യോ ആണ്. ഇപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോയും ന്യൂ റേഷ്യോയും ഒരുമിച്ച് കണ്ടുപിടിക്കാൻ വന്നാൽ അതിൻ്റെ മാർക്ക് 3 or 4ലേക്ക് പോകും. ഇതിൽ നമ്മൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 3 പാർട്ട്നേഴ്സിൻ്റെ ന്യൂ റേഷ്യോ തന്നിരുന്നില്ല, 2 പാർട്ട്നേഴ്സിൻ്റെയാണ് തന്നത്. അപ്പോൾ നമ്മൾ റിമൈനിങ് ഷെയർ വെച്ചിട്ട് അവരെന്ത് കണ്ടുപിടിച്ചു? ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചു. ദെൻ ഓൾഡ് റേഷ്യോയിൽ നിന്ന് ന്യൂ റേഷ്യോ മൈനസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? സാക്രിഫൈസിങ് റേഷ്യോ കിട്ടി. ഓക്കെ. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആർ ആൻഡ് എസ് ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ 4:3 and they admit M as a new partner. The profit sharing ratio of R and S bar. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? ഇവിടെ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട് അല്ലേ. ഇതിനെന്താ പ്രശ്നം? മെസ്സേജ് ചോദിക്കുന്നുണ്ടാവും. നമ്മുടെ ഓൾഡ് ഷെയർ തന്നിട്ടുണ്ട് 4:3 ആണ്. ന്യൂ ഷെയർ തന്നിട്ടുണ്ട് 2:3:1 ആണ് നമ്മുടെ ന്യൂ ഷെയർ. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരാം. അപ്പോൾ മിസ് ഇത് ചെയ്തുകൊണ്ട് പോവാം. നമുക്ക് ആർക്കൊക്കെ ഉണ്ടാവും? ആറിൻ്റെ ഷെയർ, ആറിൻ്റെ സാക്രിഫൈസ് നമുക്ക് ചെയ്ത് നോക്കാം. ആറിൻ്റെ സാക്രിഫൈസ് ചെയ്യുമ്പോൾ ഓൾഡ് ഷെയർ 4/7 മൈനസ് 2/6. ഓക്കെ, 2/6 ആണ്. ഇതെങ്ങനെ 6 വന്നത്? 2 + 3 + 1. ഇതെങ്ങനെ നമുക്ക് ചെയ്യും? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സംഖ്യ കൊണ്ട് ഇവിടേക്കും ഇൻറ്റു ചെയ്യാം, ഇവിടെയും ഇൻറ്റു ചെയ്യാം. ഇൻറ്റു ചെയ്യുമ്പോൾ നിങ്ങൾ 2 മേലെയും താഴെയും നമ്മൾ ഇൻറ്റു ചെയ്യാനായിട്ട് ശ്രമിക്കാം. 4 × 6 അപ്പോൾ 24/42 മൈനസ്
14/42. That comes to 10/42. 10/42 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ആളുടെ അല്ലേ എസിൻ്റെ സാക്രിഫൈസ് കണ്ടുപിടിച്ച് നോക്കാം. എസിൻ്റെ സാക്രിഫൈസ് കണ്ടുപിടിച്ച് നോക്കുമ്പോൾ നമുക്ക് ആൻസർ വരെ എങ്ങനെയാണ്? 3/7 മൈനസ് 3/6 ഈക്വൽ ടു, നമുക്കിവിടെ സെയിം വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഇൻറ്റു ചെയ്യാം. നമുക്കിവിടെ ഇൻറ്റു ചെയ്താലല്ലേ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അതിന് മുന്നേ നിങ്ങൾ പോയിട്ട് മൈനസ് ചെയ്യരുത്. ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ 3 × 6 എന്ന് പറയുന്നത് 18/42 മൈനസ് 21/42. ദാറ്റ്സ് കംസ് ടു, നിങ്ങൾ നോക്കാം നമുക്ക് 20. ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് സാധാരണ വരാറുള്ളത് 18 മൈനസ് 21. ഇവിടെയൊക്കെ നമുക്ക് വലുതിൽ നിന്ന് ചെറുതാണ് കുറച്ച്. 24 മൈനസ് 24. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇത് 18 നിന്ന് 21 കുറയ്ക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് മൈനസ് ആൻസറാണ് വരുന്നത്. നമുക്ക് മൈനസ് അല്ലേ വരിക? മൈനസ് 3/42. ഒരു റേഷ്യോയിൽ നമുക്ക് മൈനസ് വരും. നമുക്ക് ഇവിടെ ഫസ്റ്റത്തെ ഒരാളുടെ റേഷ്യോയിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. രണ്ടാമത്തെ ആളുടെ റേഷ്യോയിൽ നമുക്ക് മൈനസ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? മൈനസ് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ അവിടെ അയാൾക്ക് സാക്രിഫൈസ് അല്ല കിട്ടിയിരിക്കുന്നത്. സാക്രിഫൈസ് അല്ല, അയാൾക്ക് അവിടെ ഗെയിനാണ് കിട്ടിയിരിക്കുന്നത്. ഗെയിനിങ്. അപ്പോൾ നമുക്ക് സംശയം തോന്നാം, ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് റിട്ടയർമെൻറ്റ് സമയത്തല്ലേ മിസ് വരികയെന്ന്. അങ്ങനെയല്ല. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചില പാർട്ട്നേഴ്സിന് സാക്രിഫൈസിന് പകരം എന്തും കിട്ടും, ഗെയിനിങ്ങും കിട്ടും അഡ്മിഷൻ്റെ സമയത്ത്. അപ്പോൾ നിങ്ങൾ ഈ മൈനസ് ആൻസർ വന്നാൽ അത് അതേപോലെ ഇട്ട് കൊടുക്കുക. കൺഫ്യൂസ് ആവാനും തല പുകഞ്ഞിരുന്ന് ടെൻഷൻ അടിക്കാനും നിൽക്കണ്ട. നമ്മൾ ചെയ്തത് വല്ല മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ എല്ലാവരും ആലോചിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മൈനസ് വന്നാൽ മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സാക്രിഫൈസ് ആർക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യനിലുള്ളൂ? സാക്രിഫൈസ് 6 മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് 10/42. ദെൻ മറ്റേ എസിൻ്റെ ഷെയർ നമുക്ക് മൈനസ് 3/42 ആണ് കിട്ടി. മൈനസ് എന്ന് പറയുന്നത് സാക്രിഫൈസ് അല്ല, ഗെയിനിങ് ആണ്. കാരണം എന്താ? അയാൾക്ക് ന്യൂ റേഷ്യോ കൂടുതലും ഓൾഡ് റേഷ്യോ കുറവാണ്. ഇയാൾക്ക് ന്യൂ ഷെയർ ആണ് കൂടുതൽ അല്ലേ? ന്യൂ ഷെയർ കൂടുതലും ഓൾഡ് റേഷ്യോ കുറവാണ്. അതുകൊണ്ടാണ് അയാൾക്ക് അതോടെ നമുക്ക് മൈനസ് വന്നത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഇതേപോലെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാലേ നമുക്ക് ഈ മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ മിസ് നിങ്ങൾക്ക് വേണ്ടി എടുത്തത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരാൾക്ക് ഗെയിനും ഒരാൾക്ക് സാക്രിഫൈസും വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്ത് വെച്ചിട്ട് എഴുതി വെക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് മൈനസ് വരുന്നത്? ന്യൂ ഷെയർ എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും ഓൾഡ് ഷെയർ കുറവാണ്. നോർമലി ഒരു പുതിയൊരാൾ വരുമ്പോൾ നമുക്ക് ന്യൂ ഷെയർ കുറയുക ചെയ്യാം. പക്ഷെ ചില പാർട്ട്നേഴ്സിന് ഇതേപോലെ സംഭവിക്കാം. ഓക്കെ. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോയുമായി ബന്ധപ്പെട്ട 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇതേപോലെ ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ വരും. ഡയറക്റ്റ് നമുക്ക് ജസ്റ്റ് സാക്രിഫൈസ് റേഷ്യോ മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടും ക്വസ്റ്റ്യൻ വരും. ഏതിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കിട്ടണം. സാക്രിഫൈസിങ് റേഷ്യോയുമായി ബന്ധപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. 3 നിങ്ങൾക്ക് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ ഗെയിനിങ് റേഷ്യോൻ്റെ വീഡിയോ ഇടും. ദെൻ ന്യൂ റേഷ്യോ നമുക്കൊരു 4 ടൈപ്പ്, എനിക്ക് തോന്നുന്നു ഒരു 5-6 ടൈപ്പോളം നമുക്ക് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനുണ്ട്. അതിലേതൊക്കെയാണ് ചോദിക്കാൻ നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് 5 ടൈപ്പുകളും ചെയ്ത് നോക്കിയാലേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.